കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് നമ്മൾ ദിയ ഫാത്തിമയുടെ അപ്ഡേഷൻസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നേരിട്ട് ദിയ ഫാത്തിമയുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എന്താ പറയാ തെളിവുകളുള്ളതും, അതേപോലെ തന്നെ അവരെ വീടിന്റെ മുന്നിലുള്ള ആ തോടും, ആ തോട്ടിൽ ഒലിച്ചു പോവാനുള്ള ഒരു സാധ്യത ഉണ്ടോ, അതേപോലെ ആ വീടിന്റെ പിറകു വശത്തുള്ള അനാഥാലയത്തിലുള്ള താമസിക്കുന്ന ഒരു വീട്, അപ്പൊ അതുമായി തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രസ്റ്റഡ് ആയിട്ട് കാണിച്ചു തരിക എന്നുള്ളത് കൂടിയാണ്. കാരണം ഇതുമായി ബന്ധപ്പെടുമ്പോഴേ നമ്മള് കുറെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടോ, അവിടെ പിന്നെ ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ആ കൈതത്തോട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, ഒരു 1.5 വയസ്സായ കുട്ടിക്ക് എത്രമാത്രം ദൂരത്തായിട്ട്, കാരണം ഇത്രയും ദൂരത്തേക്ക് ഇതായിട്ട് പോവാൻ കഴിയോ, അതിനുള്ള സാധ്യതകൾ ഉണ്ടോ, ഒരു ഒഴുക്കിന് മാത്രമുള്ള ഒഴുകാൻ മാത്രമുള്ള ഇതുള്ള ഒരു തോടാണോ, അതേപോലെ തന്നെ ഈ വീടിന്റെ പുറകു വശത്തിന് ഉള്ള ആ ഒരു വീടുണ്ടല്ലോ, ആ വീട് അനാഥാലയത്തിലുമായി ഇതായിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ വീട്, അതുപോലെ അത് സംബന്ധിച്ചായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നേരിൽ കാണാനും അത് മനസ്സിലാക്കാനുമാണ് നമ്മൾ പോകുന്നത്. പലരും വീഡിയോസ് നമ്മൾ എടുത്തിടുന്നതിലൊക്കെ ഉപരി നമ്മൾ അവിടെ പോയിട്ട്, അതായത് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ ഇരിട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കും ഇതുപോലെ മക്കളും അതേപോലെ സിസ്റ്റർമാരൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ മനസ്സിൽ ഈ ഒരു കുഞ്ഞ് തീരാ നഷ്ടമായി കിടക്കുമ്പോൾ 1000 ദിയ ഫാത്തിമമാരെ ഇനി മറ്റൊരു സാഹചര്യത്തില് നഷ്ടമാവരുത് എന്നുള്ള ബോധ്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഏകദേശം ഞാനിപ്പോ മലപ്പുറത്താണുള്ളത്, മലപ്പുറത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തുനിന്ന് ഏകദേശം 170 കിലോമീറ്റർ അകലെയാണ് ദിയ ഫാത്തിമ മോളെ വീട്. ഈ ദിയ ഫാത്തിമയുടെ കേസുമായി സംബന്ധിച്ചിട്ട് നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജുനൈദ് നമ്പിലെ സ്വപ്നം കണ്ടതും, അതേപോലെ തന്നെ തൊട്ട് മുൻ ദിവസങ്ങളില്, അതായത് ആ ഒരു കുട്ടി മിസ്സായതിനു ശേഷം 2 മാസത്തിന് ശേഷം അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ നമുക്ക് അറിയണം. ആ സത്യാവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ആ ഉമ്മ പറയുന്നതിൽ നിന്ന് എന്താണ് ഇതിൻ്റെ എത്രമാത്രം അതിൻ്റെ സത്യാവസ്ഥകൾ നമുക്കറിയണം. കാരണം ഇതിൻ്റെ ഓരോ നാൾ വഴികളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ വളരെ വിഷമത്തോടെയാണ് ഈ ഒരു മുറ്റത്ത് നിൽക്കുന്നത്. ഈ ഒരു മുറ്റത്ത് വെച്ചായിരുന്നു നമ്മുടെ ദിയ ഫാത്തിമ നഷ്ടമായത് നമുക്ക്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ കീഴ്പള്ളി കോഴിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഞാൻ വരുന്ന വഴിയിൽ, ഓരോ വഴിയിലും ആ പൊന്നുമോള് ദിയ ഫാത്തിമ എന്ന ആ പൊന്നുമോള് നഷ്ടപ്പെട്ടു പോയ വഴികളായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി. ദിയ ഫാത്തിമ മോള് നമ്മുടെ എല്ലാവരുടെയും പൊന്നു പെങ്ങള് കുട്ടിയാണ്. ആ കാര്യം നമ്മൾ ആരും മറക്കരുത്. പല കാര്യത്തിലും പല വിധത്തിലും കമൻ്റ് അടിക്കുന്നവരുണ്ടാവും. നമ്മളെപ്പോഴും ആലോചിക്കണം, ഇതിൻ്റെ പിറകിൽ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉമ്മയുടെ ആ വിഷമിക്കുന്ന മുഖം മാത്രമാണ്. ആ ഉമ്മ എൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇവിടെ ഉണ്ട്. ആ ഉമ്മയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അന്ന് സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ ഉമ്മ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീണ്ടും ആ ഉമ്മയെ ചോദിച്ച് വിഷമിപ്പിക്കുന്നിടത്ത് ഒരു കാര്യവുമില്ല. ഈ ഒരു കേസിൻ്റെ പിന്നാമ്പുറത്ത്, കാരണം പോലീസും അതുപോലെ ക്രൈം ബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച് മുൻപ് ആ കേസ് വിട്ടേച്ച് പോയതിന് ശേഷം ജുനൈദ് നമ്പിലനൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പിറകിൽ ഒരു 2 വർഷത്തോളം ജുനൈദ് നമ്പിലന് പിറകിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആയി ഈ കേസിൻ്റെ കാര്യങ്ങൾ,
എന്ന് നമുക്ക് അറിയേണ്ടതും കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ആവശ്യകത എന്നുള്ളത് കൊണ്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 10 വർഷമായിട്ട് ഇതിന് പിറകിൽ ഈ ഉമ്മ വളരെ വിഷമിച്ചുകൊണ്ട് ആ കുഞ്ഞിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഈ കേസുമായി മുന്നോട്ട് പോയ മുൻ നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ആ അന്വേഷണങ്ങളൊക്കെ പിന്നീട് ഒരു സമയത്ത് നിർത്തേണ്ടി വന്നു. അവസരോചിതമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തോ ആ തെളിവുകളൊന്നും സാക്ഷിമൊഴികളെ, സംശയത്തിൽ കാണേണ്ട സാക്ഷിമൊഴികൾ പോലും സത്യത്തിലേക്ക് കൊണ്ടുവരാൻ എന്തോ പോലീസിനും ക്രൈംബ്രാഞ്ചിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് ദിയാ ഫാത്തിമയുടെ ഉമ്മയുടെ കൂടെയാണ്, ആ കുഞ്ഞുമോളുടെ ഉമ്മയുടെ കൂടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉമ്മയ്ക്കും ഒരു ആഗ്രഹമുണ്ടാവും, എൻ്റെ മകൾക്ക് എന്ത് പറ്റി എന്നെങ്കിലും അറിയാൻ ഏതൊരു ഉമ്മയുടെയും അവകാശമാണ്. ഇന്ത്യൻ നീതിന്യായത്തിൽ തെളിയാത്ത പല തെളിവുകളും ഇന്നും തെളിഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ദിയമോൾക്ക് ഇപ്പോഴും നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെയാണ് ഉമ്മയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഉമ്മ, അന്ന് ഈ ദിയാ ഫാത്തിമ മോളെ നഷ്ടപ്പെട്ട ആ ഒരു വീടിന്റെ മുറ്റത്താണല്ലോ അല്ലേ ഈ വീടിപ്പം? അല്ല, ഈ വീടിപ്പം പൊളിച്ചു പണിതാ. ആദ്യം ഓടിട്ട ചെറിയൊരു വീടായിരുന്നു. അതായത് തെങ്ങുണ്ടായിരുന്നു. ആ പിന്നെ ആ തേങ്ങ വീണതിന്റെ ആ ഓൾസ് അടക്കാൻ വേണ്ടിയിട്ട് കവർ തരുന്നതാണ് അന്ന്. ആ സമയത്താണ് കുട്ടിനെ കാണാൻ തന്നെ. കുട്ടിനെ കാണാതാന്ന് വെച്ചാല് പിന്നെന്താണ്, കവറിലൊരു തൊപ്പി ഉണ്ടായിരുന്നു. ഞാൻ ചെയറിൽ ഇരുത്തിയിട്ടാണ് കുട്ടി പിന്നെന്താണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഉമ്മ ഈ ധാര അടക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കവർ തരയുന്ന സമയത്ത് ഒരു കവർ കിട്ടി അലമാരിൻ്റെ ഉള്ളിൽ. അതിൽ നോക്കുമ്പോൾ എൻ്റെ കുട്ടീന് തൊപ്പിയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ദിയക്ക് ഇത് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ കണ്ടോണ്ടാണ്, ദിയനെ കണ്ടിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. രണ്ട് പാത്രം തന്നെ, ഒരു പ്ലേറ്റും ഒരു കറി കോപ്പയും, അതാണ് ഞാൻ കഴുകി വെച്ചിട്ടുള്ളത്. പിന്നെ ആ ചോറ്റിൻ്റെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് അത്ര സമയമായിട്ടുള്ളൂ. പിന്നെ ആ സമയം കൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു അതാ ദിയ കസാരയിലുണ്ട് ഇട്ട് കൊടുക്കുന്ന. അപ്പം പറഞ്ഞു കുട്ടിയുടെ ഉമ്മ ചോദിക്കുന്നുണ്ട് കുട്ടിയോടെ. അതല്ല കസാരയില്ല. അപ്പം ഞാൻ ഓർത്തു കുട്ടിയെ അപ്പുറത്ത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴും കുട്ടിയില്ല. പിന്നെ പെട്ടെന്ന് നമുക്കൊരു കുട്ടി മിസ്സാവുന്നുള്ള ചിന്തിക്കുന്നില്ലല്ലോ. കുട്ടി മിസ്സാവുന്ന നമുക്ക് ഈ ഭാഗത്ത് അങ്ങനത്തെ സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ എളാമാന്റെ വീട്ടിലേക്ക് ഓടി വന്ന് അവരെ വാതിൽ തട്ടി വിളിക്കുകയാണ്. ഇത് എന്താ വെച്ചാൽ നല്ല ശക്തിയായ മഴയാണ്. അപ്പൊ ഏകദേശം എത്ര സമയമായി? അത് ഏകദേശം പറഞ്ഞാൽ 9:40 ഇടയിലാണത്. സമയം പറയാൻ കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡിന് ജോലിക്ക് പോണോ പോണ്ടേ എന്നുള്ള സംശയത്തിലായിരുന്നു. അതാണ് സമയം നോക്കാം. കറക്റ്റ് സമയം എനിക്ക് ഓർമ്മ വരുന്നത്, ഓർമ്മ എന്നല്ല കറക്റ്റ് സമയം തന്നെയാണത്. അങ്ങനെ എളാമാന്റെ അടുത്ത് ഞാൻ പോയി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നു. പിന്നെ എന്താന്നറിയില്ല, കുട്ടി അവിടെ ഉണ്ട് അലമാരയിൽ തപ്പി കട്ടിനുള്ളിലേക്ക് നോക്കി ഒളിച്ചിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ അതല്ല. പിന്നെയാണ് ക്ലാസ് ശ്രദ്ധയപ്പെട്ടത്. ഞങ്ങൾ പഴയ വീടിൻ്റെ ഒരു ചാരുപടി ഉണ്ടായിരുന്നു, സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കി. ആ ചാരുപടിൻ്റെ ഇങ്ങനെ സിമെൻറ്റ് ഇട്ടിങ്ങനെ വാർത്തിരുന്നുണ്ട്. അതൊരു മൂലക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാ ഇപ്പം ഈ കുട്ടി കുടിച്ച ക്ലാസ് എന്തായാലും കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ ആയിരുന്നു അല്ലേ ചാരുപടി? ഇവിടെ ആയിരുന്നു, ഈ വശത്തായിരുന്നു. ഇപ്പം വീട് മാറ്റിയതുകൊണ്ട് ഇത് വന്നതാണ്. പിന്നെന്താ അങ്ങനെ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് എല്ലായിടത്തും ഉമ്മ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നാ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ ഓടുകയാണ് കടന്നിട്ട്. കുട്ടീനെ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ മുന്നിലേക്ക് ഞാൻ ഓടി. വീടിൻ്റെ വേഗ വശത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെന്തെന്ന് പറയാണ്ട് കുട്ടീനെ കണ്ടോ വെച്ചാൽ അവളെ എല്ലാവരോടും ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ കരച്ചിലുകൊണ്ട് തന്നെ പുറത്തു വന്ന് വണ്ടി ഇതിലൂടെ എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇതുമായിട്ട് അന്വേഷണങ്ങളൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ അന്ന് വന്ന് അന്വേഷിച്ചിരുന്നു. പിന്നീട് പിന്നെ എന്താണെന്നറിയില്ല, പോലീസ് അന്വേഷണത്തിൽ എനിക്കൊരു തൃപ്തി തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല ഞങ്ങളുടെ ഫാമിലിക്ക് തോന്നിയിട്ടില്ല. ഈ കാണുന്ന ഈ ഒരു വീടുണ്ടല്ലോ, ഈ ഒരു വീട് അന്ന് ഒരു പഴയ ഒരു ചെറിയ വീടായിരുന്നു.
ഈ വീടിൻ്റെ പിറകു വശത്തിലൂടെ ആണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ വന്ന സമയത്ത് ഈ ഇതുമായി അന്വേഷണങ്ങൾ വന്ന സമയത്ത് ഡോഗ് സ്ക്വാഡ് പോയത് ഈ വീടിൻ്റെ പിറകു വശത്തേക്കായിരുന്നു. ശേഷം ഒരു ഡോഗ് സ്ക്വാഡൊക്കെ വന്നല്ലോ. ആ ഡോഗ് സ്ക്വാഡ് ഏത് വഴിയാണ് കടന്നു പോയത്, എവിടേക്കാണ് ഈ ഡോഗ് സ്ക്വാഡ് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വീടിന്റെ ബാക്ക് വഴി. നമ്മളിപ്പോ ഈ വീടിന്റെ പിറകു വശത്താണ് ഉള്ളത് അല്ലെ. ഈ പിറകു വശത്ത് ഏത് വഴിയാണ്, എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിച്ചത്? സൈഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി ആ കാണുന്ന വീട്, ആ വീട്ടിലേക്ക് ആ കാണുന്ന ആ വീട് അവിടെയാണ് ഡോഗ് സ്ക്വാഡ് വന്നത്. ഡോഗ് സ്ക്വാഡ് പോയിട്ട് നിന്നിട്ടുള്ളത്. അതുമായി സംബന്ധിച്ച് സംശയാസ്പദമായിട്ട് അന്വേഷണങ്ങൾ എന്തെങ്കിലും പോയോ? അന്വേഷണം അത് എനിക്ക് അത് അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ അതേപോലെ ഈ കേസ് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം 2014 സംഭവം അല്ലേ ഈ നിങ്ങളെ മകളെ മിസ്സാവുന്ന 2014. ഈ 2014 ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും അതേപോലെ ക്രൈം ബ്രാഞ്ചൊക്കെ ഇടപെട്ട് പിന്നീട് ഇതൊരു കൈതത്തോടുമായും ബന്ധപ്പെടുത്തിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ഒരു പറഞ്ഞത് അല്ലേ. കൈതത്തോടുള്ള ലാസ്റ്റ് പറയുന്നത് വെള്ളത്തിലായിരിക്കും പോയിട്ടുണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളത്തിലാണെങ്കിൽ എനിക്ക് അതിന്റെ തെളിവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ പോയെന്ന് ഞാൻ വിശ്വസിക്കാം. പിന്നെ എന്തുകൊണ്ട് മിസ്സിങ് പുറത്തേക്ക് അന്വേഷിക്കാത്തതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്റെ കുട്ടി ക്രൈംബ്രാഞ്ച് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞോണ്ട് തന്നെ ടെൻഷൻ കൊണ്ട് തന്നെ ചോദിക്കുന്നത്, കുറ്റപ്പെടുത്തിയിട്ട് വിമർശനം അങ്ങനെ പെടുത്തിയിട്ടല്ല. ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടീനെ എൻ്റെ വെള്ളത്തിൽ നിന്നാണ് എനിക്ക് എന്തുകൊണ്ട് എടുത്ത അടയാളങ്ങൾ എനിക്ക് ഞാൻ വിശ്വസിക്കാം, കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്നോ. പിന്നെ അവർക്ക് അത് കേട്ടപ്പോൾ കുറേ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയില്ല. നമ്മളുള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനാണ് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അവർക്കെന്നെ അത് കേട്ടപ്പോൾ ഒരു സങ്കടമായി. ഞാനപ്പോഴേ കരഞ്ഞ് ഇതായിപ്പോയി. പിന്നെ അവർ പറഞ്ഞു നമുക്കൊന്നും കൂടെ അന്വേഷിക്കാം. ലാസ്റ്റ് ഘട്ടത്തിൽ അവർ പറഞ്ഞു നമുക്ക് പിന്നെ ഉമ്മാൻ്റെ ഇത് വെച്ചിട്ട് ഫോട്ടോ കുട്ടീൻ്റെ ഇതും കൂടെ വെച്ചിട്ട് നമുക്കത് ഈ എത്ര പ്രായം 7 വർഷം മുന്നെയാണത്, ആ പ്രായത്തിലുള്ള ആ വർഷത്തിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് അതും കൂടെ ഒരു അന്വേഷണം കൂടെ ലാസ്റ്റ് ഘട്ടമാണ് അത് കേട്ടോ, അതും കൂടെ അന്വേഷിക്കാം നമുക്ക് അങ്ങനെ പറഞ്ഞു. പിന്നെ അവർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അല്ല അത് ക്രൈം ബ്രാഞ്ച് പിന്നീട് ഡിസ്ക്ലോസർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ന് ദിയമോള് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയപ്പെടുന്ന കൈതത്തോടിന് മുന്നിലാണ്. ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഉമ്മ, ഈ കൈതത്തോട് വഴിയാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലേ. പോയതെന്ന് അവർ പറയപ്പെടുന്നത് പോയിട്ടില്ല. കാരണം ഞാൻ ചോദിക്കുന്നത്, ഈ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഈ അന്നൊരു മഴക്കാലത്തായിരുന്നല്ലോ അല്ലേ, ആഗസ്റ്റ് 1 മഴക്കാലത്ത്. ഈ മഴക്കാലത്ത് ഇത് എങ്ങനെയാണ് ഈ ഒരു സാധാരണ ഇതാണല്ലോ കൈതത്തോടല്ലേ, ഈ കൈതത്തോടല്ലേ, ഇത് എന്താണ് മഴക്കാലത്ത് ഇതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ ഉണ്ടാവാറ്? മഴക്കാലത്ത് എങ്ങനെയാന്ന് വെച്ചാല് മഴവെള്ളം വന്നിട്ട് ഒഴുകുന്ന ഒരു ആണിയാണിത്. അപ്പൊ അങ്ങനെയാണ് ഇത് നിറയുന്നത്. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് മാത്രം ഒഴുകിയിട്ട് നിൽക്കുന്നതല്ല, ഈ പറമ്പ് കാണുന്നുണ്ടോ, ആ പറമ്പ് കാണുന്ന അവിടെ പരന്നൊഴുകുകയാണ്. അന്ന് ഇവിടെ റബ്ബറും ഇതൊക്കെ അതേപോലെ റബ്ബർ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴാണ് അതില്ലാത്തത്. പക്ഷെ എന്തായാലും ഒരു കുട്ടി ഞാൻ പോയെന്ന് തന്നെ കൂട്ടാം. പക്ഷെ എന്തായാലും തങ്ങി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ കാണുന്നില്ല. ഉണ്ട് തീർച്ചയായിട്ടും. ഇവിടെയൊക്കെ കച്ചറകളാണ് കൂടുതലും. അതെ, ഇതിപ്പോ ഒരു കുറഞ്ഞൊരു ഇനീഷ്യൽ മഴക്കാലത്തിന്റെ സമയമാണല്ലോ. അതായത് ഈ ഒരു സമയത്ത്, കാരണം പൊതുവെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ കച്ചറ, അതായത് മുകൾ സ്ഥലത്ത് നിന്ന് അവിടുന്നൊക്കെ കച്ചറ അടിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. വിധത്തിലും ഇവിടെ ഇത്തരത്തിൽ പോവാനുള്ള ഒരു സാധ്യത ഇല്ല. ഏകദേശം ഒരു സമയം എങ്ങനെയായിരുന്നു ഉമ്മ? ഇവിടെ സമയം കുട്ടി കാണാതാകുന്ന സമയം രാവിലെ 9:30 9:40 ഇടയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജുനൈദ് നമ്പില്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അപ്പോൾ അവര് പിന്നെ അപ്രതീക്ഷിതമായി നിങ്ങളെ വിളിച്ചു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് അതിൻ്റെ ഒക്കെ ഒരു സത്യങ്ങൾ എന്തായിരുന്നു? എന്ന് വെച്ചാൽ 2 വർഷം മുന്നേ, എൻ്റെ ഓർമ്മയിൽ 2 വർഷം മുന്നേ തോന്നുന്നു, ഫേസ്ബുക്ക് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചതാണ്. അതിൻ്റെ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞങ്ങളെ കൂടെ തന്നെയുണ്ട്. എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു മോളുണ്ട്. അപ്പം എൻ്റെ മോളെ ഞാൻ സങ്കല്പിച്ച് നോക്കുന്നത്. അപ്പം അത് ഓർക്കുമ്പം എനിക്ക് തീയാണ് ഉള്ളിൽ. അപ്പം അതുപോലെ തന്നെയല്ല മറ്റുള്ളവരുടെ മക്കള്. അപ്പം എനിക്ക് എൻ്റെ മോളെ പോലെ ആയിട്ടാണ് ഞാനിതിനെ
നിങ്ങളെ കൂടെ നിൽക്കുന്നത്. നിങ്ങളുടെ മോള് എന്നല്ല, എൻ്റെ മോളായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാൻ, നമുക്ക് വേണ്ടത് ചെയ്യാൻ. അന്ന് ആ പറഞ്ഞ വാക്ക് എന്നും പാലിച്ച് നടന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ പിന്നെന്താണ്, എനിക്കുള്ള സഹായങ്ങളായാലും ഹൈക്കോടതിയിൽ പോകാനാണെങ്കിലും ഗ്രൂപ്പ് ആക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എന്താന്നിപ്പോ പറയാൻ അറിയാലോ. ഇത് നിലവിലെല്ലാം, അതായത് നിലവിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചും അതേപോലെ തന്നെ പോലീസൊക്കെ നിർത്തിയതിന് ശേഷമായിരുന്നു അല്ലെ ഈ കോള് വന്നത്? അതെ അതെ അതെ, അതന്നെ. അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒരു സമയത്തായിരുന്നു അത്? ഞങ്ങൾ സങ്കടത്തിൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എവിടെ ഒരു രക്ഷയില്ല. എന്താണെന്നുള്ള അറിയാൻ, എന്താണ് ഞാൻ പറയുന്നത്, നല്ലതാണെങ്കിലും വെറുക്കാണെങ്കിലും എനിക്ക് അറിഞ്ഞാൽ മതി എൻ്റെ മോൾ ജീവിച്ചിരിപ്പുണ്ട്, അതോ ജീവിച്ചിരിക്കും, എങ്ങനെ ഒരു ഉമ്മാൻ്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ അറിയാലോ, എന്തൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ആ സമയത്താണ് കൊടുക്കുന്ന ആ ഒരു സമയത്താണ് അറിയാത്ത ഒരാ മനസ്സ് പൊട്ടി നിൽക്കുന്ന സമയം. രണ്ടാളും അതാ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ലേ ചോദിക്കും. ആ സമയത്താണ് എന്താ നല്ല അപ്രതീക്ഷിതമായിട്ട് ഒരു എന്താ പറയുക, നമ്മളൊരു പടച്ചം കണ്ടറിഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട പോലെ എനിക്ക് തോന്നുന്നു. ഏകദേശം ഏത് സമയത്തായിരുന്നു ഇത്? അത് രാത്രി സമയങ്ങളിലാണ് വിളിച്ചത്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ എടുക്കണം, മനസ്സിൽ അങ്ങനെ കൊടുക്കുകയോ വേണ്ടട്ടോ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതും വേണ്ട, നമുക്ക് എന്തായാലും നല്ലതെല്ലാം ചെയ്ത് നമ്മൾ തിരിച്ചു വരും, നല്ലൊരു മെസ്സേജ് ഞങ്ങൾക്ക് പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ ഇതാ ഇങ്ങനെ നമ്മളെ മനസ്സ് കണ്ടത് പഠിച്ചവനോട് പറഞ്ഞതിന് ഒരാള് എന്നാലും പെട്ടെന്നല്ല വിളി വരുന്നത്. ഒരാള് വന്നല്ലേ ഇനി. അപ്പൊ അവര് പറഞ്ഞു, നമുക്കിതെന്തായാലും മൊത്തത്തിൽ എല്ലാവരും ഇതാക്കി നമുക്ക് നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം, കേസ് വീണ്ടും നമുക്ക് ആവിഷ്കരിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവരെന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയതും അവിടുത്തെ വക്കീലിനെ വിളിച്ചതും എല്ലാ കാര്യങ്ങളും ഇവരാണ് ചെയ്തു തരുന്നത്. 2 വർഷത്തിനടുത്തായി, 2 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന വെച്ചാൽ ഈ ഉമ്മയെ ഞാൻ ഫോൺ വിളിക്കുന്ന ഒരു കാര്യമൊക്കെ നിങ്ങൾ പലരും ആ ഓഡിയോ പലരും വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോയിൽ പിന്നെ ഉണ്ട് ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ സമയത്ത് ഒരു ജുനൈദ് നമ്പിലിനെ കുറിച്ച് പറഞ്ഞ സമയത്തായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഉമ്മയിലേക്ക് ആ ഒരു ഇതിൻ്റെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഉമ്മയോട് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്ത് ചെയ്യും, ഉമ്മയോട് എന്ത് സംസാരിക്കും, ഇതിനെക്കുറിച്ച് എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രയാണത്തിൽ ഈ ഒരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ ജുനൈദ് നമ്പില്ല നമുക്ക് ആ സമയത്ത് ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ ബന്ധപ്പെട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. മാത്രമല്ല ജുനൈദ് നമ്പില്ലനും ഇതൊരു നല്ലൊരു സന്തോഷമായി. ആ ഒരു ജുനൈദ് നമ്പില്ലൻ തന്നെയായിരുന്നു ഇത്തരത്തിൽ ഞാനിവിടെ ഇപ്പോഴീടെ എത്തിപ്പെടാനും ഇതുമായി മുന്നോട്ട് പോകാനും എനിക്കൊരു സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെയായിരുന്നു. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ ജുനൈദ് നമ്പില്ലനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിറകിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ? കുറേ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെ കേസായിട്ട് ഇടയ്ക്കൊരു ഫോൺ വഴിക്കും ഞാൻ ചെയ്തിട്ടുണ്ട് കാര്യം. പക്ഷെ കുറേ ഞങ്ങൾ അറിയാതെയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, നല്ല കാര്യങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ എന്താണ് ഇപ്പോൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പാക്കി. ഗ്രൂപ്പിൽ പിന്നെ ഇങ്ങനെ നമ്മളൊരു യാത്ര ചില കാര്യങ്ങളും പൈസൻ്റെ പ്രശ്നമാണ് അതൊക്കെ സോൾവ് ആക്കാണ്ട് അതിൻ്റെ ഇതും അത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഒരു ദിയ ഫാത്തിമൻ്റെ ഉള്ളൊരു അതേ കോലത്തിലൊരു കുട്ടി പ്രത്യക്ഷ ദിയ ഫാത്തിമാനെ പോലെ ഉണ്ടെന്ന്. അപ്പം ഞാൻ മനസ്സിൽ കുറേ നല്ലോണം സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ ദുഃഖം എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിലുണ്ട്. അതൊരിക്കലും ആയില്ല. എൻ്റെ മോളെ എൻ്റെ കൈ കിട്ടുന്നവരെ ഞാൻ അതറിയുന്നവരെ എനിക്ക് ദുഃഖം തന്നെയാണ്. പക്ഷെ അതല്ല, ജനങ്ങൾ ഇപ്പോഴും ദിയ ഫാത്തിമാനെ കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് വന്നു. എന്നുവെച്ചാൽ ജനലക്ഷങ്ങളാണ്, എത്ര പേരാണ്. ഞാൻ ആ കമൻറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ
ഫുള്ള് ഓരോ കമന്റ് നോക്കുമ്പോൾ ദിയ മോളാണ് ഞങ്ങളെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ട്, ദിയ മോൾക്ക് നല്ലത് വരുള്ളൂ, എന്തായാലും ആ ഉമ്മാക്ക് കിട്ടുന്നു അതൊക്കെ പറയുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അറിയാതെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഇവർ ഒരുപാട് ഉമ്മമാരെ പ്രാർത്ഥിക്കുന്നു. അത് ആരതെങ്കിലും അന്ന് ഒരാളത് കേൾക്കും, പ്രാർത്ഥന കേൾക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതന്നെ ഞാൻ വീണ്ടും ആ ഒരു ചിത്രം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ആരാണ് നിങ്ങൾക്ക് ആദ്യം ഷെയർ ആര് കാണിച്ചെന്ന് വെച്ചാൽ അത് വാട്സപ്പിലേക്കാണ് വന്നത്. വാട്സപ്പിലേക്ക് വന്നേ പാടും ഞാനെടുത്ത് പിന്നെ ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം വേഗം ഓടി വന്നത് ജുനൈദ് നമ്പിലത്തിനാണ്. അപ്പോൾ ജുനൈദിൻ്റെയിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ. അപ്പോൾ ജുനൈദ് പറഞ്ഞു ഇതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. പിന്നെ അതിൻ്റെ വടിയായിട്ടാണ് ഇപ്പോൾ ജുനൈദ് തന്നെ ആരോടൊക്കെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അടുത്ത് എത്തിപ്പെട്ടപ്പോഴേ എനിക്കൊരു ഞാൻ തന്നതും ജുനൈദ് നമ്പിലിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ അവർ ശരിക്കും അവർക്ക് എന്നെ കുറിച്ച് ഞങ്ങളെ ഫാമിലിയെ കുറിച്ച് അവർക്കറിയാം. എങ്ങനെ അറിയാന്ന്, ഞങ്ങളെ പരിചയപ്പെട്ട അന്ന് മുതൽ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, നമ്മൾ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾ മറ്റുള്ള അവരെ വേറെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നതും എത്തിപ്പെടാറും, കാരണം അവരവിടെ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ നിലവില് ഇപ്പൊ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ജുനൈദ് നമ്പിലത്തെ മുൻ ദിവസത്തില് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ കുഞ്ഞ് മിസ്സായൊരു സംഭവം ഉണ്ടായല്ലോ. അത് കഴിഞ്ഞതിന് ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരാൾ വരികയുണ്ടായി എന്നൊക്കെ. അത് പോലീസാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾ കുട്ടി എവിടെ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുട്ടീനെ എവിടെ പോയതെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം ദേഷ്യം എല്ലാം കൂടെ വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി എവിടെ പോയതാണ് പറഞ്ഞത്. സാറേ അന്ന് പോലീസാണെന്നാണല്ലോ എന്നോട് പറഞ്ഞു. സാറേ അങ്ങനെയാണ് നിങ്ങളെ പിന്നെ പോലീസുകാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, പരാതി കൊടുക്കണ്ടല്ലോ, ഞാൻ തന്നെ കണ്ടുപിടിക്കൂല. എൻ്റെ കുട്ടി എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലീസിൽ പരാതി കൊടുത്തത്. ഞാൻ മൂത്ത മോനുണ്ടായിരുന്നു, അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചാൽ കുട്ടി എവിടെ പോയത്, കുട്ടി വെള്ളത്തിലാണ് പോയത്. അപ്പം മോന് പറയാം കുട്ടി വെള്ളത്തിലല്ല പോയത്, അത് കുട്ടി എന്ന് കാണിച്ചത് ബേക്ക് വശത്തൂടെയാണ് കുട്ടി പോയത്, എൻ്റെ അനിയത്തി പോയത്. എന്നുവെച്ചാൽ കുട്ടീൻ്റെ മൈൻഡിൽ മൊത്തം നമ്മൾ പറയുന്നൊക്കെ കുട്ടി കേൾക്കുന്നുണ്ടല്ലോ. ചെറിയ കുട്ടിയാണെങ്കിൽ എത്ര, അതായത് ഇപ്പൊ ദിയമോളാണ് ഏറ്റവും മൂത്തത്? അല്ല, ദിയന്റെ മൂത്തത് എനിക്കൊരു ആൺകുട്ടിയുണ്ട്. അതിന്റെ താഴെയാണ് ദിയ വരുന്നത്. പിന്നെ അതിന്റെ താഴെയുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് അല്ലേ? എനിക്ക് 3 ആണും 1 പെണ്ണും. 3 ആണും 1 പെണ്ണും. പിന്നീട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പോലീസ് വന്നിട്ട് അവര് വന്ന് ഉണ്ടല്ലോ, എന്താണ് അവര് ചെയ്തത്? എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ? എന്തിനായിരുന്നു അവര് വന്നത്? അത് എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതില് കിട്ടിയത് എന്താ വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരടുത്ത് പോയിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഉമ്മാനും പെങ്ങന്മാരും വളരെ വളരെ ഇതിൽ മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നതെന്നും പിന്നെ അവരെന്നെ നല്ലതാക്കുന്നത് എനിക്ക് സംശയമുണ്ട്, അവർ കൊണ്ടുപോയി എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എന്നുള്ളത് അവരെ വീട്ടിൽ പോയിട്ട് ഇയാൾ പറഞ്ഞു. അവിടുന്ന് ഇവിടെ പറഞ്ഞു എനിക്ക് ആരമുണ്ട്, അവരടുത്ത് എന്ത് ചെയ്തതാണെന്ന് അവരും പറഞ്ഞോന്നും എന്നോടും വന്നു. 2 കുടുംബത്തിനെയും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അതെന്താന്ന് വെച്ചാൽ അതെന്താണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഈ ഒരു വീടിന്റെ പിറകു വശത്തേക്ക് ഡോഗ് സ്ക്വാഡ് പോയി എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പം ആ വീട്ടില് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ജുനൈദ് നമ്പിലം പറയുന്നുണ്ടായിരുന്നു. കാരണം ജുനൈദ് നമ്പിലം സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സംശയാസ്പദമായിട്ട് ഉണ്ടായിരുന്നു. കാരണം ആ സ്ത്രീയെക്കുറിച്ച് എങ്ങനെയാണ് ഉള്ള സ്ത്രീയാണ്, എന്തായിരുന്നു ആ സ്ത്രീ ചെയ്തിരുന്ന ജോലി? അവർ ഗവൺമെൻറ് അനാഥാലയത്തിൽ കുട്ടികളെ നോക്കുന്നതാണ്. പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഒരു പരാതികളോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്കുള്ളതല്ലേ പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം അവരൊരു നല്ല സ്ത്രീ തന്നെയാണ്. നല്ലതാണ്. ഒരു വേണ്ടാത്ത ഇതുവരെ ഞങ്ങളതിൽ കണ്ടിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു നമ്മൾ ഏതൊരാളെയും പോലീസിന് സ്വന്തം വീട്ടുകാരെ പോലും അന്വേഷിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, റൈറ്റ് ഉണ്ടല്ലോ. സംശയിക്കുന്നതിനും സത്യസന്ധത അന്വേഷിക്കുന്നതിനും പോലീസിന് അതിൻ്റെതായ ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ. കാരണം പോലീസ് എന്ന് പറയുന്നത് നമ്മളെ നിയമം, നമ്മളെ അധികാരികളൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അവരൊക്കെ അധികാരത്തിൽ കയറ്റിയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സൈഡിൽ നിന്ന്
ഇത്തരത്തില് സാധാരണ ഏതൊരു കേസിനും സാക്ഷികളുണ്ടാവും. പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും സാക്ഷികൾ മൊഴി മാറ്റി പറഞ്ഞാൽ പോലും യാഥാസ്ഥികമായി പല സമയങ്ങളിലും ആ സാഹചര്യ തെളിവുകൾ അവിടെ നിലനിൽക്കാറുണ്ട്. പലപ്പോഴും ഈ സാഹചര്യ തെളിവുകളെ നമ്മളെപ്പോഴും ഒരു പക്ഷേ ഏതൊരു സമയത്തും പോലീസിന് അന്വേഷിക്കാവുന്നത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മ അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഒരു നല്ല സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീയെ നമുക്കൊരിക്കലും അതായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ തന്നെ പല ഘട്ടങ്ങളിലും സംശയാസ്പദമായിട്ടുണ്ടെങ്കിൽ പോലും അത് സംശയത്തിൻ്റെ നിലയിലുണ്ടെങ്കിൽ പോലും അതിന് പോലീസിനൊക്കെ അതേപോലെ ക്രൈംബ്രാഞ്ചിനൊക്കെ ഒരു അന്വേഷിക്കാവുന്നതായിരുന്നു എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും ഒരുപാട് പോലീസിൻ്റെ അടുത്താണെങ്കിലും അതേപോലെ തന്നെ അധികാരികളുടെ അടുത്തൊക്കെ ഒരുപാട് പാകപ്പിഴവുകൾ ഇതുമായി ബന്ധപ്പെടുമ്പോൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴേ സാധാരണ നമ്മൾ ഒരു അടയാളമൊക്കെ അന്വേഷിക്കുമല്ലോ, നമ്മളെ മക്കളെ മേത്ത് നമ്മൾ ചില അടയാളങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രേക്ഷകർ ഇത് കാണുമ്പോഴും ഇത്തരത്തിലൊരു കുഞ്ഞിനെ കാണുമ്പോൾ എവിടെയെങ്കിലും സംശയാസ്പദ ഒരു അടയാളങ്ങളായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ല മക്കളെ? എന്തായിരുന്നു അടയാളങ്ങൾ എന്ന് പറയാനുള്ളത്? എന്താ വെച്ചാൽ ഈ വയറിന്റെ വലതുവശത്തായിട്ട് വലതുവശത്തായിട്ട് കുറച്ച് മേലെ ആയിട്ട് കറുത്ത ഒരു മറുകുണ്ട്. കറുത്ത മറുക് എന്ന് പറഞ്ഞാൽ കാക്കപ്പുള്ളിയല്ല, കല. ഒരു വയറിന്റെ വലതുവശത്ത് പച്ച കളർ ഒരു കല, വയറിന്റെ ഈ വലതുവശത്ത് കുറച്ച് മേലായിട്ട് ഇവിടെ ആയിട്ട് ഒരു പച്ച കലയായിട്ട് അല്ലേ? വേറെന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ? ഇല്ല, വേറെ അടയാളം എന്ന് പറഞ്ഞാൽ അവളെ ചെവി കുറച്ച് വിട്ട് നിന്നിട്ടുള്ളതാണ്. ചെവി കുറച്ച് വിട്ട് നിന്നിട്ടില്ല, നല്ലൊരു ചെവി വിട്ട് ഈ സൈഡ് കുറച്ച് വിട്ട് നിന്നിട്ടുള്ള ചെവിയാണ് ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചിത്രത്തിൽ കണ്ട കുട്ടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് സാമ്യമായിട്ട് തോന്നുന്നു? അതാണ് പറയുന്നത്. അത് എല്ലാരും കൂടെ പറയുമ്പോ എനിക്ക് അങ്ങനത്തെ ഒരു, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു സംശയം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, അതൊന്നും എനിക്ക് വന്ന DNA ടെസ്റ്റിലാണെങ്കിൽ അതിന് മാതാപിതാക്കളുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ അതിൻ്റെതായ ഒരു വഴികൾ നീങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം. അതായത് ഇപ്പോഴും ആ ഒരു ചിത്രം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മക്ക് അന്ന് കണ്ട ഒരു നാടോടിക്കുട്ടിയായിട്ട് നമ്മളെല്ലാവരും പലരും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ കുട്ടിയെ ഒരു DNA ടെസ്റ്റ് ചെയ്യണമെന്ന് ഈ ഉമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിലൊക്കെ ഇതായി കഴിഞ്ഞാൽ തന്നെ നമുക്ക്, കാരണം ഏതൊരു ഉമ്മയുടെയും ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന്. കാരണം എന്ത് തന്നെ സംഭവിച്ചാലും ഇപ്പം ഒരു പക്ഷേ ഇപ്പം ചില ഉമ്മമാർക്ക് കുട്ടികൾ നഷ്ടപ്പെടാറുണ്ട്, ചില കുട്ടികൾ മരിച്ചു പോവാറുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടോ മരിച്ചു പോയോ എന്ത് സംഭവിച്ചു എന്ന് അല്ലേ ഉമ്മാക്ക് തീർച്ചയായിട്ടും അറിയാൻ ഉമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആളുകളെ സോഷ്യൽ മീഡിയയിൽ ദിയമോളെ കിട്ടി, അല്ലെങ്കിൽ ദിയമോളെ ഇപ്പം കിട്ടും, ദിയമോളെ കിട്ടിയിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചിലർ റീച്ചിന് വേണ്ടിയായിരിക്കും, ചില അത്ര പല ഇതായിരിക്കും. പക്ഷേ ഈ ഉമ്മാക്ക് അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഉമ്മ, എനിക്ക് അവനോട് പറയാനുള്ളത്, വെക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളാ വെക്കുന്ന തമിഴിൽ അതിലൊരു കുറച്ചൊരു മാറ്റം വരുത്താം. എന്ന് വെച്ചാൽ ഉള്ളതുപോലെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് കുട്ടിനെ കിട്ടി, അവിടെ അവർ ചെന്ന് DNA ടെസ്റ്റ് ചെയ്ത് കുട്ടിനെയും കൊണ്ട് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓരോന്നും കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഷോക്കാണ്. അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുകയാണല്ലോ. ഇതിൽ എത്രയോ ആളുകൾക്ക് എന്നെ വിളിക്കാൻ പറ്റാത്തവരുണ്ട്, കുറേ പേര് ഫോൺ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എത്രയോ ജനങ്ങൾക്ക് പിന്നെന്താണ് എന്നെ കിട്ടുന്നില്ല, വിളിക്കാൻ പറ്റാത്ത കുറേ ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ആ ദിയമോളെ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ അവർ ഇരിക്കുമായിരിക്കും. പക്ഷേ ഈ ഉമ്മാൻ്റെ വേദന എന്നവിടെ ബാക്കിയാകുക തന്നെയാണ്. പക്ഷെ കിട്ടുന്നത് വരെ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഉണ്ടോ ഈ കൈതത്തോടിലൂടെയാണ് ഒലിച്ചു പോയി എന്ന് പറയുന്നത്. നമ്മളിത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കൂ. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഇതിലില്ല. കാരണം മഴ പെയ്യുന്നതോടുകൂടി മുകളിൽ നിന്ന് കണ്ടോ, ആ മുകളിൽ നിന്ന് വരുന്ന സ്ഥലത്തു നിന്ന് കച്ചറകളൊക്കെ നേരെ കുമിഞ്ഞുകൂടും മഴ പെയ്യുന്നതോടുകൂടി. അതായത് ഇവിടെ കാരണം ഈ ഒരു ചെറിയ ഇത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും നോക്കൂ. ഇതുപോലെ കച്ചറ കൂടിക്കിടക്കും. ഈ കച്ചറ കൂടിക്കിടക്കുന്ന ഈ ഒരു സ്ഥലത്തു കൂടെ ഇത്രയും 1.5 വയസ്സായിട്ടുള്ള കുഞ്ഞുമോള് ദിയമോള് ഒലിച്ചു പോകുമെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ച് നോക്കാൻ മാത്രമുള്ള ഒരു കാര്യമേ ഉള്ളൂ. അതായത് അതാണ്
ദിയ ഫാത്തിമ മോളെ വീട്. ആ വീടും ഓവിച്ചാലും തമ്മിൽ അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കുട്ടിക്ക് ഒരു 3 മിനിറ്റിൻ്റെ ഗ്യാപ്പുള്ളൂ. ആ 3 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയെന്നൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര ദൂരമുണ്ട്, അങ്ങകലെ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ഇത്തരത്തിൽ എന്തൊക്കെയോ കാരണം പാളിച്ചകളുണ്ട് എന്നല്ലേ. ഇവിടെ ആയിരുന്നു കണ്ടോ, ഈ വീടിൻ്റെ പുതിയ മുഖമാണിത്, കാണുന്നുണ്ടോ? ഈ പഴയ മുഖത്ത് കണ്ടോ, ഈ ഒരു പ്രദേശത്ത് ഇവിടെയായിരുന്നു അന്ന് ആ സമയത്ത് ആ ഒരു പാത്രം ഉണ്ടല്ലോ. ഒരിക്കലും ഒരു ചെറിയ കുട്ടിക്ക് ഒരിക്കലും ഒരു കമഴ്ത്തി വെക്കാൻ കഴിയില്ല. കാരണം 1.5 വയസ്സായ കുട്ടി ഒരു പാത്രം കമഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളായിരുന്നു നമ്മൾ ഇത്തരത്തിൽ അധികാരികളുടെ അടുത്തൊക്കെ അന്വേഷണം മുന്നോട്ട്, അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും കേന്ദ്രീകരിച്ച് പോവാത്തതായിരുന്നു ഏറ്റവും കൂടുതൽ ഇതിൽ ചോദ്യചിഹ്നമായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇപ്പോൾ ദിയ ഫാത്തിമയുടെ വല്യുപ്പാൻ്റെ അടുത്താണ് നമ്മളുള്ളത് കേട്ടോ. ദിയ ഫാത്തിമയുടെ ഉണ്ടോ വല്യുപ്പ, ഇത് ദിയ ഫാത്തിമയുടെ താഴെയുള്ള ചെറിയ കുട്ടിയാണ്, ഏറ്റവും ചെറിയ കുട്ടിയാണ് അല്ലേ, ദിയ ഫാത്തിമയുടെ ഏറ്റവും ചെറിയ അനിയത്തി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരോ അത്തരത്തിൽ ആരെങ്കിലും ഈ അടുത്തടായിട്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? കുട്ടി പോയ ഉടനെ നമ്മുടെ MLA സണ്ണി ജോസഫ് സാറ് വന്നിരുന്നു. അങ്ങനെ മൂപ്പര കെയർ ഓഫിലാണ് സ്ക്വാഡുകളും ഈ നായികളൊക്കെ വന്നത്. പിന്നെ അന്വേഷണത്തിന് അപ്പോൾ അവർ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. ആരെങ്കിലും മന്ത്രിമാരോ അങ്ങനെ ആയിട്ടോ ആരും വന്നിട്ടില്ല, സമീപിച്ചിട്ടില്ല. നമ്മുടെ അധികാരികളെ നിങ്ങൾ കണ്ണ് തുറക്കാൻ സമയമായി. കാരണം ദിയ ഫാത്തിമ മോളെ കാണാതായിട്ട് ഇന്നേക്ക് ഏകദേശം 10 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഓരോ സംശയത്തിൻ്റെ നേലുകൾ പോലും ഈ കേസുമായി മുന്നോട്ട് പോവേണ്ടതായിരുന്നു. പല സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്തരത്തിൽ പോയത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം പോലീസും ക്രൈംബ്രാഞ്ചും ഇത്രയും ഇതായിട്ട് ഇടപെട്ടിട്ട് പിന്നീട് അത് എന്തുകൊണ്ട് ആ ഒരു വശം ചാരി കേസ് ഇത്തരത്തിൽ പോയി? എന്തുകൊണ്ടാണ് അധികാരികൾ മാഫിയയൊക്കെ ഭയപ്പെടുന്നത്? ഒരിക്കലും അധികാരികൾ മാഫിയ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് വലിയ ഭയമാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യ തെളിവുകൾ ഒരുപാടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോഴേ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായൊരു പോലീസ് സേനയാണ് നമ്മളെ കേരളത്തിൻ്റെ പോലീസ് സേന. കേരളത്തിൻ്റെ പോലീസ് സേനയെയും കേരളത്തിൻ്റെ അധികാരവും ഒക്കെ ഏറ്റവും ശക്തമായ അധികാരങ്ങളും പോലീസ് സേനയും ഒക്കെ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വഴിമാറിയതായിരിക്കാനാണ് കൂടുതലും. വഴിമാറിയതായിരിക്കാനാണ് എന്നല്ല, തീർച്ചയായിട്ടും അത് വഴിമാറിപ്പോയതാണ്. അധികാരത്തിലിരിക്കുന്ന പോലീസിലും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട് അവരെ. അത്തരം ഭയപ്പാടുകളെ മാറ്റി മുന്നോട്ട് പോവേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലെ 1000 ദിയ ഫാത്തിമമാർ നഷ്ടപ്പെടാതിരിക്കാൻ വളരെ പ്രധാനമായിട്ടും വളരെ ആർജവത്തോടെ മുന്നോട്ട് വരേണ്ടതാണ്. അധികാരികളെ നിങ്ങൾ കണ്ണ് തുറക്കേണ്ട സമയമായി. അതുപോലെ ഒരുപാട് ആളുകൾ വിമർശകരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഈ ഉമ്മയുടെ മുഖം കാണണം. ഈ ഉമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കരഞ്ഞിട്ട് കണ്ണീര് തീർന്നു പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, നാളെ നമുക്കും വരും. ദിയമോള് നമ്മുടെ ഓരോരുത്തരുടെയും പെങ്ങളാണ് എന്നുള്ള ഒരു മാനസികമായി ചിന്താഗതി നമ്മൾ ഓരോരുത്തരും വേണം. അത്തരം ചിന്താഗതികളുള്ളവർ ഒരു കാരണവശാലും അവരൊരിക്കലും ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് കമൻ്റ് അടിക്കില്ല. നാളെ നമുക്കും ഇതുപോലെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എത്രമാത്രം സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികാരികളൊന്നും കണ്ണു തുറക്കാറ്? അധികാരികളെല്ലാം സ്വപ്ന ലോകത്താണ്. കമൻ്റ് അടിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ എപ്പോഴും ബാഡ് കമൻ്റ് അടിക്കുന്നവർ, നമ്മൾ ജുനൈദ് നമ്പില്ലനും അത്തരം വിഷയം സ്വപ്നങ്ങളല്ല അവിടെ ചർച്ച ചെയ്യേണ്ടത് സ്വപ്നം കണ്ടിരിക്കുന്ന അധികാരികളെ കുറിച്ചാണ്. എന്തിനാണ് മാഫിയയെ ഇവർ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പോലീസ് സന്നാഹമുള്ള
ലോകത്ത് തന്നെ ഏറ്റവും വലിയ പോലീസ് സന്നാഹമുള്ള ഒരു സൈന്യമാണ് നമ്മുടെ കേരളത്തിൻ്റേത്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള, പക്ഷേ ആ ഒരു പോലീസ് സന്നാഹത്തിലും ഏതെങ്കിലും ചില വ്യക്തികളുടെ സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ മാഫിയയെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഈ ചോദ്യം ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കും. അത്രയും പവിത്രമായ നീതിന്യായ കോടതിയും സംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യത്ത്, നമ്മളെ രാജ്യത്ത് എന്തിനാണ് ഇത്തരം മനുഷ്യർ, ഇത്തരം അധികാരികളെ, ചില ആളുകളെയൊക്കെ ഭയപ്പെടുന്നത്? ഞങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കും. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കും. വെളിച്ചമില്ലാത്തവർക്ക് മുന്നിൽ നമ്മൾ വെളിച്ചം നൽകാൻ എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ അടിസ്ഥാനമായിട്ടുള്ള, നീതി പോലും ചില സാഹചര്യങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദിയ ഫാത്തിമയുടെ ഉമ്മയ്ക്കും ഒരു ആഗ്രഹമുണ്ടാവില്ലേ? എൻ്റെ മകളെ എന്തു പറ്റി, എൻ്റെ മകളെ എന്ത് സംഭവിച്ചു? ഏറെ സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും സാക്ഷി മൊഴികൾ, പലപ്പോഴും സാക്ഷി മൊഴികൾ പോലും സംശയത്തിൻ്റെ നിഴലിൽ കാണാൻ എന്തുകൊണ്ടായിരുന്നു ഈ ദിയ ഫാത്തിമയുടെ കേസുമായി മുന്നോട്ട് വരും അധികാരികൾക്ക് പറ്റാതിരുന്നത്? അന്ന് ആ ഒരു സമയത്ത് 2 മാസങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു. ആ സമയത്തും എന്തുകൊണ്ട് അതിനെ പോലും സംശയത്തിൻ്റെ നിഴലിൽ കണ്ടില്ല? നിങ്ങൾ എല്ലാവരും ഇത്തരത്തിൽ ഒരുപാട് ഉമ്മമാരും ഒരുപാട് മനുഷ്യരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദിയമോളെ കിട്ടുന്നതിന് വേണ്ടി. നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ വേണം. ആരും നുണ പ്രചരിപ്പിക്കരുത്. നുണ പ്രചരിപ്പിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഈ ഉമ്മയുടെ മുഖം നമ്മൾ കാണണം. അപ്പോൾ ഓക്കെ, വീണ്ടും ഇതിൻ്റെ പുതിയ മറ്റു പല അപ്ഡേഷൻസുമായി വീണ്ടും കാണാം.